ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പുളിശ്ശേരി. വളരെ ഈസി ആയിട്ട് വളരെ സ്വാദുള്ള ഒരു പൈനാപ്പിൾ പുളിശ്ശേരി. വെൽക്കം ടു ദ വീഡിയോ. പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പൈനാപ്പിൾ വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വേവിക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നെടുകെ കീറിയത്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് പൈനാപ്പിൾ പുളിശ്ശേരിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. മൂന്ന് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് വെള്ളം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പൈനാപ്പിൾ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് പാകത്തിന് ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതിയാകും. ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്ന ശേഷം നന്നായിട്ട് ഉടച്ചെടുത്ത 1/2 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയതിനു ശേഷം മാത്രമേ തൈര് ഒഴിക്കാവൂ, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. തൈരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർത്തതിന് ശേഷം പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല. പൈനാപ്പിൾ പുളിശ്ശേരി താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 വറ്റൽമുളക് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചെറിയ ഉള്ളി ചെറുതായി ഒന്ന് ബ്രൗൺ കളർ ആയി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചൊഴിച്ചതിൻ്റെ ഫ്ലേവറെല്ലാം കറിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താളിച്ചൊഴിച്ചത് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.